ഹായ് കൂട്ടുകാരെ, എന്താണ് റീയൂസ്ഡ് കണ്ടന്റ്? നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ നേരത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ചാനൽ മോണിറ്റൈസ് ആവത്തുമില്ല, നമുക്കൊരു വാർണിംഗും കൂടെ തരും, റീയൂസ്ഡ് കണ്ടന്റ്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. 4000 വാച്ച് വേഴ്സും അല്ലെങ്കിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസും ആയതിനു ശേഷം നമ്മൾ നേരെ ഓടിപ്പോയി ഏണിങ്സിൽ പോയിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ നോക്കും. മോണിറ്റൈസ് ചെയ്യാൻ നോക്കാൻ നേരത്ത് ഫസ്റ്റത്തെ 2 കടമ്പയും കഴിഞ്ഞ് നമ്മളങ്ങ് സന്തോഷിക്കും, ഓഹ് കഴിഞ്ഞ്, ഇനി എനിക്ക് യൂട്യൂബിൻ്റെ പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിരിക്കാൻ നേരത്ത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരും, യുവർ ചാനൽ ഈസ് നോട്ട് എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. അൺഫോർച്ചുനേറ്റ്ലി ദ റീസൺ ഈസ് റീയൂസ്ഡ് കണ്ടന്റ്. തീർന്ന് അവിടെ അടപടലമായിട്ടിരിക്കും. എൻ്റെ പിന്നിൽ വരുന്ന ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കണ്ടന്റാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തതെന്ന് യൂട്യൂബ് കണ്ടുപിടിച്ചു. കാരണം വേറെ ഒന്നുമല്ല, ഈ റീയൂസ്ഡ് കണ്ടന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ടൂളോ ഒരു കാര്യമോ ഒരു മണ്ണാങ്കട്ടയോ ഇല്ല. യൂട്യൂബ് ആൾറെഡി പ്രൊവൈഡ് ചെയ്യുന്ന പോലുമില്ല. ജസ്റ്റ് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നത് കോപ്പിറൈറ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂള് മാത്രം. റീയൂസ്ഡ് കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളും ഇല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് ചില വീഡിയോസൊക്കെ ചുരണ്ടി എടുത്തിട്ട് അതിനകത്ത് അങ്ങും ഇങ്ങും കുറച്ച് തലയും വാലും വെട്ടിമാറ്റി നമ്മളെടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യും. യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് അതിനകത്ത് കോപ്പിറൈറ്റ് കണ്ടന്റ് ഒന്നും ഇല്ല, കൊള്ളാം, നല്ല വീഡിയോ. നമ്മളങ്ങ് ചിന്തിക്കും കോപ്പിറൈറ്റ് ഇഷ്യൂസില്ല, ഒന്നുമില്ല, നമ്മൾ പോസ്റ്റ് ചെയ്യും, പടപടാന്ന് ഷോർട്ട് വ്യൂസ് കയറും, നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. പക്ഷെ ചെക്ക് ചെയ്യാൻ നേരത്ത് യുവർ ചാനൽ ഇൻഎലിജിബിൾ ഫോർ മോണിറ്റൈസ്. കാരണം യൂട്യൂബിൻ്റേതായിട്ടുള്ളൊരു ടൂളുണ്ട്. അവർ യൂസ്ഡ് ചെക്ക് ചെയ്യുന്നത് ഉപയോഗിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു വീഡിയോ സ്കാൻ ചെയ്യാൻ നേരത്തെ തന്നെ ആ വീഡിയോ ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ, ഏതൊക്കെ ടൈമിൽ, ഏതൊക്കെ ദിവസത്തിൽ, ആരാണ് അപ്ലോഡ് ചെയ്തത് എന്ന് വരെ അറിയാൻ പറ്റും. ഇതൊരു ഹ്യൂമൻ റിവ്യൂവറെ അറിയിക്കും. ഹ്യൂമൻ റിവ്യൂവർ വന്ന് നോക്കാൻ നേരത്ത് 2 ചാനലും ചെക്ക് ചെയ്യും. ഏത് സമയത്താണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്, ഏത് ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്, ഏത് യൂട്യൂബ് പേജിലാണ്, ഏത് സമയത്താണ്, ആരാണ് ആദ്യം പോസ്റ്റ് ചെയ്തതെന്ന് നോക്കും. നോക്കാൻ നേരത്ത് നമ്മളെപ്പോഴും പുറകിലായിരിക്കും, കാരണം നമ്മൾ ചുരണ്ടിയല്ല എടുത്തത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഹ്യൂമൻ റിവ്യൂവർ നമുക്ക് വാർണിംഗ് അയക്കും. എന്നിട്ട് നമ്മളെ മോണിറ്റൈസേഷൻ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അത്രേ ഉള്ളൂ. കാരണം ഒരിക്കലും മറ്റൊരാളുടെ കണ്ടന്റ് എടുത്ത് വെച്ച് പോസ്റ്റ് ചെയ്യരുത്. ചെയ്താൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും യൂട്യൂബിന് മുന്നിൽ. കഷ്ടപ്പെട്ട് 4000 വാച്ച് വേഴ്സ് ഉണ്ടാക്കിയതും തേഞ്ഞ്, ചാനൽ വളർത്തിയതും തേഞ്ഞ്, എല്ലാം തേഞ്ഞ്. ഇനി നമുക്കൊരു അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വലിയ കാര്യത്തിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത്, സാർ യെസ് സാർ, മൈ ചാനൽ നെയിം ഈസ് റിയാക്ട്സ്, ഐ ആം ഡൂയിങ് ദ റിയാക്ടിങ് വ്ളോഗ്സ്, മൈ ചാനൽ URL ഈസ് ഷോൺ ബിലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ കാര്യത്തിൽ നമ്മൾ ചെയ്യും മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട്. കാരണം നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ ഏത് സമയത്ത് എവിടുന്ന ചുരണ്ടിയെന്ന് ഇൻസ്റ്റഗ്രാമിൻ്റെ കയ്യിലുണ്ട്. ആ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്യാതെ വേണം അപ്പീൽ ചെയ്യാൻ. വലിയ കാര്യത്തിൽ ചെയ്തങ്ങ് കൊടുക്കുക അപ്പീൽ. പിറ്റേ ദിവസം രാവിലെ വീണ്ടും വി ആർ ചെക്ക്ഡ്, യുവർ വീഡിയോസ് ആർ സ്റ്റിൽ ക്രിയേറ്റഡ്, മറ്റുള്ളവരെ കണ്ടന്റ് എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും വാർണിംഗ് തരും. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറയുകയും ചെയ്യും, ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തതിനു ശേഷം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഉണ്ടാക്കിയ 4000 വാച്ച് വേഴ്സും പോയി, 10 മില്യൺ ഷോർട്ട് വ്യൂസും പോയി. അങ്ങനെ ആ ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മൾ തന്നെ കണ്ടന്റ് എടുത്ത് വെച്ച് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. മറ്റുള്ളവരെ കണ്ടന്റോ മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിന്നൊന്നും ചുരണ്ടാൻ നിൽക്കരുത്. ചുരണ്ടാൻ നിന്നാൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ പണി കിട്ടും. ഓക്കെ, ഇത്